ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ആളുകളാണല്ലേ. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ആരോടും എത്ര ദേഷ്യവും വെറുപ്പും വൈരാഗ്യം എല്ലാം മനുഷ്യനുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ ആയുസ് അധികം ഉണ്ടാവരുത്. ആരോട് ദേഷ്യം ഉണ്ടെങ്കിലും അതപ്പം തീർക്കുക. ഒരു വെറുപ്പ് കൊണ്ട് നടക്കരുത്. അതേപോലെ മറ്റുള്ളവരെ ഉയർച്ചയിൽ നമുക്ക് ചില ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ. എനിക്ക് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് വിഷമം വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പുറമേ ചിരിച്ച് കാണിക്കും, പക്ഷെ ഉള്ളുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അതില്ല, നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചു വരും. അതേപോലെ മറ്റുള്ളവർക്കൊരു സന്തോഷം വരുമ്പോൾ ഒരു ഉള്ളിലൊരു വിഷമം പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇല്ല, അങ്ങനത്തെ ഒരിക്കലും ഉയർന്നു മുതക്കാൻ കഴിയില്ല. എത്ര നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ച രീതിയിൽ എത്താൻ കഴിയില്ല. നമ്മളെപ്പോഴും ഇല്ലേ, നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയർ ആക്കുക. ദേഷ്യം വെറുപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ, അതൊരു മനുഷ്യന് വരുന്ന ഓരോ വികാരങ്ങളാണ്. അപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ എത്രയാണെങ്കിലും നമ്മളൊരാൾ വെറുപ്പായിട്ട് ജീവിക്കരുത്, അസൂയ തോന്നരുത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയുന്ന സഹായം കഴിയുന്ന സഹായം ചെയ്യുക. ആരും ഉപദ്രവിക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നമ്മളാരും ഉപദ്രവിക്കരുത്. അതേപോലെ സഹായം ചെയ്യുന്നവരെ തടുക്കാനും പോകരുത്. ഒരാളും മറ്റാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വാക്കുകൊണ്ട് അത് ഇല്ലാതാവരുത്. അങ്ങനെ എല്ലാവരും അതേപോലെ മുന്നോട്ട് ജീവിച്ചാൽ നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ സന്തോഷത്തിൽ നമുക്കൊരു വിഷമം വന്ന് നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും വിഷമമായിരിക്കും. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിച്ച് നോക്കുക, നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ വേദനയിൽ നമുക്ക് വേദന തോന്നിയാൽ നമുക്ക് മനസ്സിനില്ല ഒരു ഇതുണ്ടാവും, റാഹത്തുണ്ടാവും. ചിലർ സങ്കടപ്പെടുമ്പോൾ നമുക്കും സങ്കടം വരണം. പടച്ചോനെ അവർ സങ്കടപ്പെടുകയാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് വിഷമാണല്ലോ, അത് പെട്ടെന്ന് തീർത്ത് കൊടുക്കണേ. ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി കൊടുക്കുക. ഇപ്പം ഞങ്ങളെ ചുറ്റുവട്ടത്തെ ആളുകളൊക്കെ ഒരുപാട് 2-3 ആളുകളുണ്ട്. പുറമേ നല്ല ചിരിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു പ്രയാസം വന്നാൽ അവർക്ക് ഭയങ്കര ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. അവർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് അറിയാനുള്ള ഇതുകൊണ്ടല്ല, അവർക്ക് നമുക്കൊരു വിഷമം വന്നാൽ, മറ്റുള്ളവർക്കൊരു വിഷമം വന്നാൽ അതുകൊണ്ട് സന്തോഷിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മളങ്ങനെ ആവരുത്. നമ്മളെപ്പോഴും ഇല്ലേ എല്ലാവരോടും നല്ലോണം പെരുമാറുക, ഒന്നിനും പോവരുത് ആരോടും. സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക, സ്നേഹിക്കാൻ പറ്റുന്നവരെ സ്നേഹിക്കുക. എപ്പോഴും എല്ലാവരോടും സ്നേഹം മാത്രം മതി മനസ്സിൽ. വെറുപ്പ് തോന്നരുത്. മക്കളോടായാലും എല്ലാവരോടും